92% ബ്രേക്കപ്പുകളും ഉണ്ടാവുന്നത് ഈ ഒരു റീസൺ കൊണ്ടാണ്. അത് ചീറ്റിങ്ങോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. അത് പറയുന്നതിന് മുമ്പ് ഇതേപോലുള്ള റിലേഷൻഷിപ്പ് ടിപ്സിന് വേണ്ടി നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. പരസ്പരം ആവശ്യമുള്ള സമയത്ത് സംസാരിക്കാതിരിക്കുമ്പോഴാണ്, ആവശ്യമുള്ള സമയത്ത് കൂടെ ഇല്ലാതിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബ്രേക്കപ്പുകളും ഉണ്ടാവുന്നതെന്നുള്ളതാണ്. പലരും ബ്രേക്കപ്പ് ആവുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് തന്നെയാണ്. നിങ്ങളുടെ പാർട്ട്ണർ ചിലപ്പോൾ തിരക്കിലാണെന്നുണ്ടെങ്കിൽ അയാൾ എന്തുകൊണ്ടാണ് തിരക്കിലാവുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം പലരും എന്താ അറിയുക ചെയ്യുക, അസ്യൂം ചെയ്യും. അയാൾ ഇങ്ങനെയായിരിക്കും, അയാൾ അങ്ങനെ ആയിരിക്കും എന്ന് അസ്യൂം ചെയ്യും. അല്ലെങ്കിൽ മറ്റ് ചില ആളുകൾ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങളത് മനസ്സിൽ വെച്ച് നടക്കും. ഒരിക്കലും പാർട്ട്ണറോട് ചോദിക്കുകയില്ല എന്താ റീസൺ എന്നുള്ളത്. ഒരു ഈഗോ പ്രശ്നമായിട്ട് അത് കൊണ്ട് നടക്കുന്നുള്ളതാണ്. നിങ്ങൾ സൈലൻ്റായി ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ പ്രോബ്ലം സോൾവ് ആവില്ല. മറിച്ച് അയാളെടുത്ത് സംസാരിക്കണം. എന്തുകൊണ്ടാണ്, എന്താണ് റീസൺ, എന്നോട് പറയാൻ പറ്റാത്തതാണോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് സംസാരിക്കാതെ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ കുറേ കാലം കഴിയുന്ന സമയത്ത് ഈ ഒരു ഗ്യാപ്പിൽ, ഈ സംസാരത്തിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് കൂടി വരും. അതാണ് പിന്നീട് പരസ്പരം രണ്ടുപേർക്കും പഴയ രീതിയിൽ സംസാരിക്കാൻ പറ്റാതെയാവും. പിന്നെ എന്ത് സംസാരിക്കാനുള്ളത്, രണ്ടുപേരും പരസ്പരം പിരിയുന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷനിൽ ഒരിക്കലും ഈ ഒരു ഗ്യാപ്പ് വരുന്നത്, അത് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ ഗ്യാപ്പ് ഇല്ലാതാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒപ്പം പാർട്ട്ണർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരിക്കലും നിങ്ങളുടെ ഇടയിൽ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ഉണ്ടാവാതിരിക്കട്ടെ.